ഈ അവസരത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചാണ്. ലോകത്ത് യുണൈറ്റഡ് റഷ്യ എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഏകദേശം 2.07 മില്യൺ അംഗങ്ങളാണ്. വെനസ്വലയിലെ യുണൈറ്റഡ് സോഷ്യൽ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഏകദേശം 7.6 മില്യൺ അംഗങ്ങളാണ്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലെ തെഹ്രീക്കിൽ ഇൻസാഫ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഏകദേശം 10 മില്യൺ അംഗങ്ങളാണ്. എത്യോപ്യയിലെ പ്രോസ്പെരിറ്റി പാർട്ടിക്കുള്ളത് ഏകദേശം 11 മില്യൺ അംഗങ്ങളാണ്. തുർക്കിയിലെ AK എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളത് ഏകദേശം 11.24 മില്യൺ അംഗങ്ങളാണ്. 98.04 മില്യൺ അംഗങ്ങളായിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിൽ 2ാം സ്ഥാനം വഹിക്കുന്നത്. എന്നാൽ ഈ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്നതിൽ ഇന്ത്യ കൃത്യമായ ഒരു ഡൊമിനൻസ് നിലനിർത്തുന്നുണ്ട്. 180 മില്യൺ ജനങ്ങളാണ് ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന BJPക്ക് അംഗങ്ങളായിട്ടുള്ളത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയും BJP തന്നെയാണ്. അതേസമയം ഏകദേശം 50 മില്യൺ ജനങ്ങൾ അംഗങ്ങളായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി 3ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗങ്ങളായുള്ള മറ്റു പാർട്ടികൾ എന്ന് പറയുന്നത് AIADMK ഏകദേശം 16 മില്യണും, ആം ആദ്മി പാർട്ടി ഏകദേശം 10.05 മില്യണും, തെലുങ്ക് ദേശം പാർട്ടി ഏകദേശം 6.5 മില്യൺ അംഗങ്ങളുമായാണ് ഇന്ത്യയിൽ കളം നിറയുന്നത്. പൊതുവെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണെങ്കിൽ പോലും എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ പാർട്ടി നിലനിൽക്കുന്നത് എന്നത് വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള രൂപം കൊണ്ട പാർട്ടികൾക്ക് ആളുകളെ ആകർഷിക്കുക എന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല. കാരണം ആളുകളോട് മതം 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 എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയേണ്ടത് മതമല്ല, നാട്ടിലെ വികസനമാണ്, പൊതുജനങ്ങളുടെ സംരക്ഷണമാണ്, അവരുടെ ആരോഗ്യമാണ്. ഇത്തരത്തിൽ ജനത്തിന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അവർ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. മതം ഐഡിയോളജി ആയി കൊണ്ടു നടക്കുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളോട് മതം മാത്രം പറഞ്ഞാൽ മതി. നാട്ടിലെ വികസനം പറയണ്ട, ജനങ്ങളുടെ ആരോഗ്യം പറയണ്ട, നാടിന്റെ പുരോഗതി പറയണ്ട. പക്ഷെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങളോട് പറയേണ്ടത് പുരോഗതിയെ കുറിച്ചാണ്, ആരോഗ്യത്തെ കുറിച്ചാണ്, നാടിന്റെ വികസനത്തെ കുറിച്ചാണ്, തൊഴിലില്ലായ്മയെ കുറിച്ചാണ്. ഇത്തരം 2 അനന്തരങ്ങൾ ഈ 2 ആശയങ്ങൾക്കിടയിൽ നിന്ന് കളിക്കുന്നുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെയോ രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലേ പറയുന്നത്, മതങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.